PV അൻവർ, CK ജാനു ഇവർ UDFിലെത്തിയാൽ UDFിൻ്റെ ഇലക്ഷൻ പ്രചരണ ഭാരം പകുതിയായി കുറഞ്ഞു. എങ്ങനെയെന്നല്ലേ പറയാം. നമസ്കാരം, ഞാൻ അബ്ദുള്ള. ഇന്ന് ഒക്ടോബർ 26, 2025. ഞാനൊരു ബാലനശക്തനെന്നാകിലും മാനിയാമെന്നുടെ താതനെയോർക്ക നീ. ഇവർ രണ്ടുപേരും ആളില്ലാ പാർട്ടികളുടെ നേതാക്കന്മാരാണെങ്കിലും ഇവരുടെ വാക്കുകൾ കേൾക്കാൻ കേരളത്തിൽ ഇന്ന് ആളുകൾ ഉണ്ട്. കാരണം കാലാകാലങ്ങളിലായി കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, പലപ്പോഴും പല MLA നിയമസഭയിലെത്തുന്നത് 1000-ൽ താഴെ വോട്ടുകൾക്കാണ്. അത് ചിലപ്പോൾ 6 വോട്ടുകൾ ജയിച്ച മഹാനായ നേതാവുണ്ട്, 52 വോട്ടിന് ജയിച്ച TM ജേക്കബ്, 114 വോട്ടിന് ജയിച്ച അനിൽ അക്കരെ, 112 വോട്ടിന് ജയിച്ച പാറക്കൽ അബ്ദുള്ള. ഇങ്ങനെ 100-ന് താഴെ ജയിച്ചവരും 1000-ന് താഴെ ജയിച്ചവരുണ്ട്. ഇപ്പോൾ തന്നെ 5000-ൽ താഴെ അല്ലെങ്കിൽ 10000-ൽ താഴെ വോട്ടിന് ജയിച്ചാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടാളെയും വാക്കുകൾ കേൾക്കാൻ നല്ലൊരു ശതമാനം ആളുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഇടതും വലതും മാറി മാറി വരുന്നെങ്ങനെയാ? നിഷ്പക്ഷമതികളായ ജനങ്ങൾ ഭരണവിരുദ്ധ വികാരങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷമതികളായ ജനങ്ങളിൽ നല്ലൊരു ശതമാനവും അൻവറിനെയും ജാനുവിനെയും പിന്തുണയ്ക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുന്നവരുണ്ട്. വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്തോളുന്നില്ല എങ്കിലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ത്യാഗം ചെയ്തു വന്ന ആളാണ്. കാരണം വിജയൻ്റെ ക്രൂരതയ്ക്കും അക്രമത്തിനും എതിരെ പടപൊരുതിക്കൊണ്ട് തൻ്റെ MLA സ്ഥാനം രാജിവെച്ച വന്ന ആളാണ്. അത് ത്യാഗം ചെയ്ത ആളാണ്. അതേപോലെ തന്നെയാണ് CK ജാനുവും. ജാനുവിനെ പിന്തുണയ്ക്കുന്നവർ എന്ന് പറഞ്ഞാൽ അത് വെറും ആദിവാസി സമൂഹം മാത്രമല്ല, മനസ്സുകൊണ്ട് അവരെ പിന്തുണയ്ക്കുന്നവർ കേരളത്തിൽ അങ്ങോളമുണ്ട്. അത് ആദിവാസികൾ മാത്രമല്ല, നാട്ടുവാസികളുമുണ്ട്, അത് ഉന്നതരുമുണ്ട്, സാധാരണക്കാരുമുണ്ട്. പിന്നെ അവർ NDAയിൽ പോയതുകൊണ്ട് സാധാരണക്കാർക്ക് ചില വിഷമം ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ഗതികേട് കൊണ്ടാണ്. LDFും UDFും അവരെ എടുക്കാത്തതുകൊണ്ട് മാത്രമാണ് അവർ ഒരു അഭയകേന്ദ്രമായി NDA കണ്ടത്. അവിടെ അവർ സംതൃപ്തരല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. PV അൻവറിനെ UDFിൽ അംഗീകരിക്കാത്തത് ഇപ്പോൾ സതീശൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. സതീശൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേദം. എങ്കിലും ഓർക്കുക, പറവൂരിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ അബദ്ധം മുക്കിക്കളഞ്ഞതും രാഹുലിൻ്റെ ഇത് പൊക്കിക്കൊണ്ടുവന്നതും സതീശനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ UDF നേതാക്കന്മാരും വിശ്വസിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം. ജനങ്ങൾ മറന്നുപോയ മുത്തങ്ങ സമരവും പോലീസിൻ്റെ അതിക്രമവും ഉയർത്തിക്കൊണ്ടുവരുവാൻ നരിവേട്ട എന്ന സിനിമയ്ക്കായെങ്കിലും അതൊന്ന് തണുപ്പിക്കാൻ, UDFിനെതിരെയുള്ള ആയുധമാവാതിരിക്കാൻ CK ജാനു UDFിൽ വരുന്നത് ഉചിതമായിരിക്കും. NDAയിൽ അതൃപ്തി കൊണ്ടിരിക്കുന്ന CK ജാനുവിനെ UDFിലേക്ക് കൊണ്ടുവരാൻ UDF നേതാക്കൾ ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.